ഒരു ത്രില്ലർ സിനിമ കണ്ട ഫീലുണ്ട്. അർജൻറ്റീന ഈജിപ്ത് മത്സരം. ഈജിപ്ത് 2 ഗോൾ അടിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ പിന്നീട് 3 ഗോളുകൾ അടിച്ച് അർജൻറ്റീന ഈ കളി ജയിക്കും എന്ന് പ്രതീക്ഷിച്ചവരിൽ കടുത്ത അർജൻറ്റീന ആരാധകർ മാത്രമേ ഉണ്ടാവൂ. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. ഒരു യഥാർത്ഥ ലോക ചാമ്പ്യന്മാർക്ക് ചേരുന്ന പ്രകടനം. തീർച്ചയായും. പക്ഷേ ഇങ്ങനെ തുടരെ 2 ത്രില്ലർ വേണ്ടിയിരുന്നില്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. അടുപ്പിച്ച് 2 ത്രില്ലർ വന്നതോടെ അർജൻറ്റീനയുടെ ആരാധകർ, പ്രത്യേകിച്ച് ലോകത്ത് എങ്ങുമുള്ള അർജൻറ്റീനയുടെ ആരാധകർ ഇന്ന് ഈ ഹൃദയം നിലച്ചു പോകുമോ എന്നൊക്കെ സംശയിച്ചിട്ടുണ്ടാവും. അത്രയും ടെൻഷൻ അടിച്ചിട്ട് കണ്ട ഒരു കളിയാണ്. അതേസമയം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് പ്രകാരം ഈ ഇഞ്ചുറി ടൈമിൽ അർജൻറ്റീനയുടെ വിന്നിംഗ് ഗോൾ വന്നപ്പം കേരളത്തിലെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയോ വീടുകളിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആവേശം കൊണ്ട്. അതേപോലെ ക്ലബ്ബുകളിലും വലിയ ബിഗ് സ്ക്രീനിലൊക്കെ കളി കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുവരെ ഭയന്നിരുന്ന ആളുകൾ ആവേശത്തിൻ്റെ പാരമ്യത്തിൽ ചാടിയണീറ്റ് അലറി വിളിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ഗംഭീരമായിരിക്കും. നമുക്കതിപ്പോൾ സങ്കല്പിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ആകാംക്ഷയുടെ ജിജ്ഞാസയുടെ ഒക്കെ മുൾമുനയിൽ നിന്നിട്ട് ആ വിജയം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അക്ഷരാർത്ഥത്തിൽ വളരെ വലുതാണത്. അതെ, ഇതൊരു ലോക ചാമ്പ്യന്മാർക്ക് ചേർന്ന പ്രകടനമെന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കരുതുക. കാരണം ഇതുപോലൊരു ടെൻഷനുള്ള ഒരു മത്സരത്തിൽ 2 ഗോളിന് പിന്നിൽ നിൽക്കുക, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 3 ഗോൾ തിരിച്ചടിക്കുക, എക്സ്ട്രാ ടൈമിലേക്ക് വേണമെങ്കിൽ കളി നീട്ടിക്കൊണ്ട് പോകാം, അതിനുപോലും ശ്രമിക്കാതെ 3ാമത്തെ ഗോൾ, ഈ ആദ്യത്തെ ഗോളിന് ശേഷം പിന്നീട് അർജന്റീനയുടെ കളിയിൽ വന്ന ഒരു മൊമെന്റം ഷിഫ്റ്റ് ശ്രദ്ധിച്ചിരുന്നു. ആ കളിയിൽ അപ്പോഴാണ് ശരിക്കും അവർ അർജന്റീന യഥാർത്ഥ വേൾഡ് ചാമ്പ്യന്മാരുടെ കളി നടത്തിയത്. അവർ ശരിക്കും താളത്തിലേക്ക് വന്നത് അപ്പോഴാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ സമയത്ത് ഈജിപ്ത് എന്തോ പെട്ടെന്ന് അവർ ഡിഫെൻസീവ് ഗെയിമിലേക്ക് പോയി. 2 ഗോളിൻ്റെ ഒരു മേൽക്കൈ തിരിച്ചു അതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായെന്ന് തോന്നുന്നു. ഒരുപക്ഷെ കോച്ചിൻ്റെ നിർദ്ദേശം വന്നു കാണും, പിന്നോട്ടിറങ്ങി ഡിഫെൻഡ് ചെയ്യാൻ നിർദ്ദേശം വന്നു കാണും. അതാണ് അവർക്ക് വിനയായത്. ഒരുപക്ഷെ അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ വീണ്ടും അവർക്ക് ചാൻസ് കിട്ടുമായിരുന്നു. കാരണം അർജന്റീനക്കാരെല്ലാം ഇപ്പുറത്തായിരുന്നു. അതെ, കാരണം ഈജിപ്തിന്റെ 2ാമത്തെ ഗോൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതൊരു ഉഗ്രൻ കൗണ്ടർ അറ്റാക്കാണ്. ആ സമയത്ത് അറിയാമല്ലോ, അവിടെ അർജന്റീനൻ ഡിഫൻസിൽ ആകെ ഒരു പ്ലെയറാണ് ഉള്ളത്, ബാക്കി എല്ലാവരും ഇപ്പുറത്ത് ഈജിപ്തിന്റെ ബോക്സിലായിരുന്ന സമയത്താണ് ആ ഒരു ഗോൾ വരുന്നത്. അതുപോലെ തന്നെ അർജന്റീന ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്കൊരു എല്ലാവരും ഈ ഈജിപ്തിൻ്റെ ഏതാണ്ട് മുഴുവൻ താരങ്ങളും അവരുടെ ഒരു ബോക്സിനടുത്തായിട്ടൊരു ഭയങ്കര സ്ട്രോങ് ഡിഫൻസ്, ഒരു മതിൽ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്നത് ഒരു ബെസ്റ്റ് പാർക്കിംഗ് ശൈലിയിൽ ഡിഫൻസീവ് ഗെയിം കളിക്കുന്ന സമയത്താണ് അർജന്റീന ആ ഗോൾ അടിക്കുന്നത്. അതെ, തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഡിഫൻസീവ് ഗെയിമിലേക്ക് പോയതാണ് ഈജിപ്തിന് വിനയായത്. അല്ലെങ്കിൽ നമുക്ക് ഈ മത്സരത്തിൻ്റെ 15ാം മിനിറ്റിൽ ഈജിപ്ത് ആദ്യത്തെ ഗോൾ നേടി. എല്ലാവരും ഞെട്ടിപ്പോയൊരു ഇതായിരുന്നു. അത് അവർ ഫസ്റ്റ് ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്തു. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു 60 മിനിറ്റുകൾ, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് അവരത് ഡബിളാക്കി. ആ അവസ്ഥയിൽ നിന്ന് അർജൻറ്റീന തിരിച്ചു വന്നതാണ്. അപ്പം ആ അവസ്ഥയിൽ പെട്ടെന്ന് പിന്നാക്കം പോയതുകൊണ്ട് ഡിഫൻസീവ് ഗെയിമിലേക്ക് പോയതാണ് ഈജിപ്തിന് തിരിച്ചടി. അത് ഒരു തരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമാവുകയും ചെയ്തു. ആ ചാൻസ് അർജന്റീനയ്ക്ക് കിട്ടിയത് അതുകൊണ്ടാണ്. അതെ, അത് ആ ഒരു അർജന്റീനയ്ക്ക് ഉണ്ടായ ഒരു മെച്ചമാണത്. അതായത് ഈജിപ്ത് അവരുടെ ഒരു കളിശൈലി ആ സമയം മുതൽ കളി ആ റിസൾട്ട് ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിടത്താണ് അവർക്ക് പരാജയം സംഭവിച്ചത്. ആ സമയത്ത് ഇവർ ഉജ്ജ്വല ഫോമിലേക്ക് എത്തുകയും ചെയ്തു. അതെ, പ്രത്യേകിച്ച് മെസ്സിയുടെ 2ാമത്തെ ഗോൾ, ആ ഗോൾ മെസ്സിക്ക് മാത്രമേ നേടാൻ പറ്റൂ. കാരണം അവിടെ ഒരു ചാൻസ് ഇല്ല. ശരിക്കും നോക്കിയറിയോ, ആ ഡിഫൻഡർമാർക്കിടയിൽ ഒരു സാധാരണ പ്ലെയറിനാണെങ്കിൽ അവിടെ ഒരു ചാൻസേ ഇല്ല. അതെങ്ങനെയാണ് ആ ബോൾ വലയിലേക്ക് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മെസ്സിയുടെ കാല് അത് ബൂട്ടിലൊന്നും അല്ല കൊണ്ടിട്ടല്ല പോണത്. അങ്ങനത്തെ ഒരു അവസരം മുതലാക്കാൻ ലയണൽ മെസ്സിക്ക് പറ്റൂ, അല്ലെങ്കിൽ അത് പറ്റുന്ന ഒരാളാണ് മെസ്സി. അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ടുകൂടെയാണ് അർജന്റീന കളിയിലേക്ക് തിരിച്ചു വന്നത്. ആ 2ാമത്തെ ഗോളിന് ശേഷം പിന്നെ ഈജിപ്ത് ഒരു സാധാരണ, അതായത് ഈ ഫൈനൽ അല്ലെങ്കിൽ കിക്ക് ഓഫ് ഫീസിലിന് മുമ്പുള്ള ഈജിപ്ത് തന്നെയായി അർജന്റീനയ്ക്ക് മുമ്പിൽ. തീർച്ചയായും. പക്ഷേ ഈ സ്കലോണിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയമാണിത്. ഇങ്ങനെ മതി അടുത്ത ഘട്ടം. കഴിഞ്ഞ മത്സരത്തിലും നമ്മൾ ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. ഡിഫെൻസീവ് ലാപ്സ് വരുന്നുണ്ട്, വലിയ ലാപ്സ് വരുന്നുണ്ട്, പിഴവുകൾ ഒത്തിരിയുണ്ട്. ഈ മുന്നേറ്റ നിരയുടെ ഒരു ശക്തി മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ആരാണ് എതിരാളികളെന്ന് ആരുമുണ്ടോ, അത് ശക്തരായ എതിരാളികളാണെങ്കിൽ അത് കാര്യങ്ങൾ പ്രതികൂലമായേക്കാം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീന വഴങ്ങിയ 2 ഗോളുകൾ, നേടിയ 3 ഗോളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആകെ 5 ഗോളുകൾ വീണ മത്സരത്തിൽ വഴങ്ങിയ 2 ഗോളുകളും അർജന്റീനയുടെ വളരെ മോശം ഡിഫൻസിൻ്റെ ഉദാഹരണമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും പോർ ഡിഫൻസ് ഉള്ള ഒരു ടീമാണോ അർജന്റീന എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു. ആദ്യത്തെ ഗോൾ അതൊരു തീർച്ചയായിട്ടും ഒരു ഡിഫൻസീവ് ലാപ്സാണ്. അതുകൂടാതെ 2ാമത്തെ ഗോൾ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് അർജന്റീനയെ പോലെ ഒരു ടീമിനെതിരെ ഇത്ര നിസ്സാരമായി ഗോൾ നേടാമെന്ന് ഈജിപ്ത് കാണിച്ചു വന്നു. മനോഹരമായ ഒരു ക്രോസാണ്, അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പക്കയാണ്. പക്ഷേ
അവിടെ ആവശ്യത്തിന് ഡിഫൻഡർമാരില്ല. ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ ഈജിപ്തിന്റെ ബോക്സിൽ നിന്നും ഓടി വന്ന അത്രയും താരങ്ങൾ അർജന്റീനയുടെ താരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഓടി എത്താൻ പറ്റിയില്ല. അതൊരു വലിയ തോൽവിയാണ്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അതിൻ്റെ അല്പം മുമ്പ് VAR ഒരു ഗോള് ഡിസലോ ചെയ്തിരുന്നല്ലോ ഈജിപ്തിൻ്റെ. അതിൻ്റെ ഏതാണ്ട് ഒരു റീപ്ലേ ആയിരുന്നു ഈ ഗോൾ എന്നുള്ളതാണ്. അതെ അതെ. ആ സമയത്തും ഈ അർജന്റീന ഡിഫൻസീവ് ലാപ്സിനെ പറ്റി ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രശ്നം വീണ്ടും വരാമെന്നുള്ളത് ആലോചിച്ചിരുന്നില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത ഗെയിമുകളിൽ ഇനിയുള്ളത് ശക്തരായ എതിരാളികളാണല്ലോ, ക്വാർട്ടർ, സെമി, ഫൈനൽ. അപ്പം എന്തായാലും ഈ ലോകത്തെ ഏറ്റവും മികച്ച 2-3 ടീമുകളെയാണ് ഇനിയിപ്പോൾ നേരിടാനുള്ളത്. അവരുടെ അടുത്തെത്തുമ്പോൾ ഈ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന പുറത്തെടുത്ത തരത്തിലുള്ള ആ നിലവാരത്തിലുള്ള പ്രകടനം അത്യാവശ്യമാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതെ അതെ. കാരണം ഇത് ഇനി അർജന്റീനയ്ക്ക് അത്ര ഈസി അല്ല കാര്യങ്ങൾ. ഓരോ മത്സരം കഴിയും തോറും ഇത്രയധികം മത്സരങ്ങൾ കളിച്ചു വരുന്ന ടീമുകളാണ്. ഇപ്പോൾ നമ്മൾ സ്പെയിനിനെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, സ്പെയിനിൻ്റെ കളി തുടക്കം മുതലേ നമ്മൾ തന്നെ ചർച്ചയിലൊക്കെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്പെയിനിൻ്റെ കളി ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും സ്പെയിൻ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ അവർ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് എത്തുന്നത്. അത് മനസ്സിലാക്കി തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ടീം സെറ്റാകുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ അർജന്റീനയിൽ നേരിടാൻ പോകുന്ന എതിരാളികൾ ആരൊക്കെയാണെങ്കിലും, അത് സ്വിറ്റ്സർലൻഡ് ആയാലും കൊളംബിയ ആയാലും അല്ലെങ്കിൽ അതിന് ശേഷം വരാൻ പോകുന്ന ഏത് ടീമായാലും, ഇംഗ്ലണ്ട് ആയാലും നോർവേ ആയാലും, അങ്ങനെ അതും അല്ലെങ്കിൽ ഫൈനലിൽ ഒരു പക്ഷേ ഫ്രാൻസ് ആകാം, ഇങ്ങനെ അവിടെ വരെയൊക്കെ എത്തുകയാണെങ്കിൽ ഏത് ടീമാണെങ്കിലും അവരെല്ലാം ഈ ടൂർണമെൻറ്റിൽ ഇത്രയധികം മത്സരങ്ങൾ കളിച്ച് സെറ്റായി കഴിഞ്ഞ ടീമുകളാണ്. അപ്പോൾ അർജന്റീനയും അതുപോലെ ഒരു സെറ്റാവുകയും ടീമിൻ്റെ ഒരു പെർഫോമൻസ് മെച്ചപ്പെടുകയും ചെയ്യണം. ഈ 3 ഗോൾ നേടുമ്പോൾ തന്നെയും 2 ഗോൾ വഴങ്ങുന്നു എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ടെക്നിക്കലി വളരെ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അതൊരു പക്ഷേ മിക്കവാറും ഈ കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ആദ്യം കണ്ടൊരു കാഴ്ചയുണ്ടല്ലോ, സൗദിക്കെതിരെ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം പിന്നീട് പതുക്കെ അർജന്റീന ഓരോ കളിയിലും മെച്ചപ്പെട്ട് വരികയായിരുന്നു. ആ ഒരു തലത്തിലേക്ക് തിരിച്ചു പോകാൻ അർജന്റീനയ്ക്ക് കഴിയും. ഏതാണ്ട് ഇതേ ടീം തന്നെ ആയിരുന്നല്ലോ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുന്ന കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ്. മെസ്സി ഈ മത്സരത്തിന് ശേഷം ഈ വളരെ വികാരാധീനനാവുന്നത് കണ്ടു. ഒരുപക്ഷെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഈ 2-0 പിന്നിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മിനിഞ്ഞാന്ന് നെയ്മാർ പോകുന്നു, തൊട്ടടുത്ത ദിവസം ക്രിസ്ത്യാനോ പോകുന്നു, 3-ാമത്തെ ദിവസം 2-0 അർജന്റീന പിന്നിൽ നിൽക്കുന്നു. മെസ്സി എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് ആർക്കറിയാം. അദ്ദേഹം വളരെ വികാരാധീനായിരുന്നു മത്സരശേഷം. ഈ മെസ്സി മാത്രമല്ല, നമ്മളെ പോലുള്ള പത്രപ്രവർത്തകരും എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണ്ടിയിരുന്നു. ഈ തുടർച്ചയായി 3 ദിവസം 3 മഹാരഥന്മാർ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? തീർച്ചയായും വലിയ കുഴപ്പമായി തന്നെ അത് മാത്രമല്ല, ഈ ലോകകപ്പ് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെൻറ്റിന് പെട്ടെന്ന് ഇത്രയും വലിയ മഹാരഥന്മാർ നഷ്ടമാകുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതെ, മെസ്സിയുടെ തുടക്കം ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിലൊക്കെ മെസ്സി വളരെ കൂളായിരുന്നു. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കപ്പ് നേടിയ ആളാണ്, എനിക്കിതൊന്നും നേടാനില്ല എന്നൊരു മനോഭാവത്തോടെ കളിച്ചുകൊണ്ടിരുന്ന മെസ്സിയിൽ നിന്നും കഴിഞ്ഞ ലോകകപ്പിലേതുപോലെ പതിയെ സമ്മർദ്ദത്തിലേക്ക് മാറുന്ന ഒരു മെസ്സിയുടെ മുഖം ഇന്നത്തെ കളിയിൽ ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിന് ശാരീരികമായി എന്തൊക്കെ അസ്വസ്ഥതകളും ഉണ്ടെന്ന് തോന്നി. പഴയ വേഗമൊന്നും ഇല്ലായിരുന്നു, കഴിഞ്ഞ കളികളിലെ വേഗമൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ അവസാനം ജയം അത്യാവശ്യമാണെന്ന് കണ്ടപ്പോൾ മെസ്സി പഴയ മെസ്സിയായി. അതെ, കഴിഞ്ഞ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെയായിരുന്നല്ലോ അർജന്റീനയുടെ മത്സരം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോകകപ്പിലെ അർജന്റീനയുടെ ഏറ്റവും കടുപ്പമേറിയതും ഏറ്റവും ഗംഭീരമായ മത്സരം ക്രൊയേഷ്യക്കെതിരായിരിക്കും. ഫൈനലിൽ ഫ്രാൻസിനെതിരായ മത്സരത്തെ നമുക്ക് മാറ്റി നിർത്താം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു പൊരുതി നേടിയൊരു വിജയമായിരുന്നല്ലോ ക്രൊയേഷ്യക്കെതിരെ. അതുപോലെയുള്ള ഒരു വിജയമായിരുന്നു ഈജിപ്തിനെതിരെയും അർജന്റീന ഇന്ന് നേടിയത്. ഒരുപക്ഷെ അർജന്റീന ആസ് എ ടീം, അവർക്കൊരു ടീം സെറ്റാകാൻ ഒരുപക്ഷെ ഈ വിജയം അവരെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ആഫ്രിക്കൻ ടീമുകൾ ഈ ലോകകപ്പിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേപ്പ് വെർദയുടെ കാര്യം നമ്മൾ മറന്നിട്ടില്ല. ഈജിപ്ത് എന്ന് പറയുന്നത് മുഹമ്മദ് സലായുടെ ടീമാണ്. 34-കാരനായ മുഹമ്മദ് സല ഇനിയൊരു ടൂർണമെൻറ്റിന് ഉണ്ടാകില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ടീം വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച് നമുക്കൊക്കെ നല്ലൊരു വിരുന്നൊരുക്കുകയാണ് മടങ്ങുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. ലോക ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തികളുടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ താരങ്ങളുടെ ഒരു പ്രകടനം എല്ലാ കാലത്തും അതുപോലെയാണ്. എല്ലാ ടീമുകളിലും തന്നെ ആഫ്രിക്കൻ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്, ആഫ്രിക്കൻ പാരമ്പര്യമുള്ള താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ ഇതുവരെ ഒരു ആഫ്രിക്കൻ ടീം കിരീടം നേടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ അത് അധികം വൈകില്ല എന്ന് നമ്മൾ തന്നെ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞതാണല്ലോ. എന്തായാലും ഈജിപ്തിന് നന്ദി പറയാം, അർജന്റീനയ്ക്കും. അതെ, ഗംഭീരമായൊരു വിജയം തന്നതിന് അർജന്റീനയ്ക്കും, പൊരുതി നിന്നതിന് ഈജിപ്തിനും. അതെ, ഇത്രയും മനോഹരമായൊരു ത്രില്ലർ ഗെയിം, അതേ ടെൻഷനോടുകൂടി നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്ലൈമാക്സാണ്. മറ്റെല്ലാ ത്രില്ലർ സിനിമകൾക്കും നമുക്കറിയാം ഒടുവിൽ നായകൻ വിജയിക്കുമെന്ന്. ഇവിടെ എന്താകും സ്ഥിതി എന്ന് അറിയാമല്ലോ. അത്ര ആവേശകരമായ ഒരു ത്രില്ലർ സിനിമ കാഴ്ചവെച്ചത്. ഈ സിനിമയിൽ വിജയം കൈവരിച്ച ശേഷം നായകൻ
നായകൻ കരയുകയാണ്. അതെ അതെ, മറ്റെല്ലാ സിനിമകളിലും നായകൻ വിജയിച്ച ശേഷം ഇങ്ങനെ കരയാറില്ല. അതെ അതെ. ഇത് നായകൻ മാത്രമല്ല, കളി കണ്ടിരുന്നവരും കരഞ്ഞു പോയ ഈ മത്സരം. അതെ നമുക്ക് ഇതുപോലുള്ള മത്സരങ്ങൾ ഇനിയും വരട്ടെ എന്ന് ആശിക്കാം. താങ്ക് യു വെരി മച്ച്.